ഒപ്പം ദോഹയിൽ നിന്നുണ്ട്. അബ്ബാസ്, എന്താണ് അവിടുത്തെ സ്ഥിതി? അവിടെ അപകട സൈറൻ മുഴങ്ങിയെന്നും സ്ഫോടന ശബ്ദം കേട്ടു എന്നൊക്കെ അറിയുന്നു. വലിയ ശബ്ദം കേട്ടത് ഏകദേശം 5ലേറെ തവണ, ഇവിടെ ഏഴ് തവണ ഈ ശബ്ദം കേട്ടു എന്നുള്ളതാണ് നമ്മളിത് കൗണ്ട് ചെയ്തപ്പോൾ എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞത്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ദോഹയിൽ വീണ്ടും ഈ സംഭവങ്ങൾ, ഈ മിസൈൽ ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലെ രാവിലെ ഉണ്ടായ ആക്രമണത്തിന് ശേഷം ഒരു ദീർഘനേരത്തെ ഒരു ഇടവേളയുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ വീണ്ടും ആക്രമണം റിപ്പോർട്ട് ചെയ്യുന്നത്. മിസൈൽ ഇന്റർസെപ്ഷന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം അത്ര വലിയ ശബ്ദമുണ്ടായിരുന്നു. ദോഹയിലുടനീളം ഈ ശബ്ദം കേട്ടിട്ടുണ്ട്. അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ ഈ ശബ്ദം കേട്ടതായി, ഈ എക്സ്പ്ലോഷന്റെ ശബ്ദം കേട്ടതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ ശബ്ദം കേൾക്കുന്നു എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അത് ആകാശത്ത് വെച്ച് ഇതിനെ മിസൈലിൽ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് എന്നാണ്. നിഷാദ്, അബ്ബാസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. അബ്ബാസ്, ഇപ്പം അവിടെ ഈ എന്തെങ്കിലും തരത്തിലുള്ള ഈ മുന്നറിയിപ്പ് സംവിധാനങ്ങളുണ്ടല്ലോ, മൊബൈലിലേക്ക് മെസ്സേജുകൾ വരിക, അപകട സൈറൻ മുഴങ്ങുക, അങ്ങനെയുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഇപ്പോൾ അവിടെ ഒന്നുണ്ടോ? സാധാരണഗതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ അടുത്ത നടപടിക്രമം ഒന്നും പറയാൻ പറ്റില്ലെങ്കിൽ പോലും കുറച്ചായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അലേർട്ട് മെസ്സേജ് സംവിധാനമുണ്ട് ഇവിടെ. നേരത്തെ അലർട്ടുകൾ കിട്ടിയിരുന്നു. ഇത് അപകടം ഉണ്ടാവുന്നതിന് തൊട്ട് മുമ്പാണ് ഇത്തരം അലർട്ടുകൾ വന്നിരുന്നത്. പക്ഷേ ഇത് കുറച്ചു മുമ്പ്, നിഷാദ് വിളിക്കുന്നതിൻ്റെ ഒരു തൊട്ട് മുമ്പായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് അലർട്ട് വന്നിട്ടുണ്ട്. ഈ അലർട്ട് സംവിധാനം എനിക്ക് തോന്നുന്നു നമ്മൾ അനുഭവപ്പെടുന്ന പ്രകാരം ഇവിടുന്ന് ഈ എക്സ്പ്ലോഷൻ കഴിഞ്ഞതിന് ശേഷമാണ്, അതിൻ്റെ തൊട്ടുടനെയാണ് ഇത്തവണ അലർട്ട് നമുക്ക് ലഭിച്ചത്. നേരത്തെയൊക്കെ ഇതിൽ വലിയ ബീപ് ശബ്ദത്തോടു കൂടിയുള്ള ഒരു അലർട്ടായിരുന്നു വന്നിരുന്നത്. എന്നാൽ ഇത്തവണ വന്നത് അങ്ങനെ ബീപ് ശബ്ദത്തോടു കൂടിയുള്ള അലർട്ടല്ല, ഒരു അലർട്ട് മെസ്സേജാണുള്ളത്. ഈ അലർട്ട് മെസ്സേജ് ഇവിടെ നമുക്ക് ഇടയ്ക്ക് ഈ അടുത്തായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അഥവാ ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത് സ്റ്റേ ഇൻഡോർ എന്നുള്ളതാണ്. അകത്ത് തന്നെ ഇരിക്കുക, വളരെ അടിയന്തര സാഹചര്യത്തിലല്ലാതെ പുറത്തു പോകരുത് എന്നുള്ള മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇന്നലെ രാവിലെ ഉണ്ടായ ഒരു ആക്രമണം, ഒരു ഇന്റർസെപ്ഷൻ, ആക്രമണം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇന്റർസെപ്ഷൻ എന്ന് തന്നെ ഇവിടെ അങ്ങനെ തന്നെ വേണം ഇവിടെ പറയാൻ. ഈ ഇന്റർസെപ്ഷന് ശേഷമാണ് വീണ്ടും ഇത്തരം ബാലിസ്റ്റിക് മിസൈലിന്റെ ശബ്ദങ്ങൾ, അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്നതിന്റെ ശബ്ദങ്ങൾ ദോഹയിൽ നിന്ന് കേൾക്കുന്നത്. ഇതിന്റെ ഒരു വിശദ വിവരങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഏതാനും മിനിറ്റുകളെ ആയിട്ടുള്ളൂ. ഏതായാലും പ്രധാനപ്പെട്ട കാര്യം, അകത്ത് തന്നെ താമസിക്കണം, അകത്ത് തന്നെ നിൽക്കണം, സുരക്ഷിത സ്ഥാനത്ത് തന്നെ നിൽക്കണം എന്നുള്ളതാണ്. ഇക്കാര്യം ആവശ്യപ്പെട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഒക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഈ നിർദ്ദേശങ്ങൾ കർശനമായി ദോഹയിൽ വീണ്ടും ആക്രമണം നടത്തുകയാണ് ഇറാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് സ്ഫോടന ശബ്ദം കേൾക്കുന്നു, മുന്നറിയിപ്പ് സൈറനുകൾ മുഴങ്ങുന്നു. കുവൈറ്റിലും UAE-യിലും ഒപ്പം തന്നെ ദോഹയിലുമാണ് ഈ സ്ഫോടന ശബ്ദങ്ങൾ ഉണ്ടായത് എന്ന് പറയപ്പെടുന്നു. ദോഹയിലാണ് ഏറ്റവും വലിയ, ഖത്തറിലാണ് ഏറ്റവും വലിയ അമേരിക്കൻ സൈനിക കേന്ദ്രമുള്ളത്, അൽ-ഉദൈദ്. അപ്പോൾ അത് മുൻനിർത്തിക്കൊണ്ടാണ് അവിടേക്ക് ആക്രമണം നടത്തുന്നത്. അപ്പോൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് നടത്തുന്ന ആക്രമണത്തിൽ നിന്ന് ഏതെങ്കിലും നിലയ്ക്ക് പിന്നോട്ട് പോകാനുള്ള പദ്ധതിയില്ല എന്ന വലിയ സന്ദേശം നൽകുകയാണ് ഇറാൻ എന്നത് കാണണം. അത് വലിയ തോതിലുള്ള ആശങ്ക ആ മേഖലയിൽ ഉയർത്തിയിട്ടുണ്ട് എന്നത് പറയാൻ കഴിയും. അപ്പോൾ ചർച്ചയുടെ സാധ്യതകൾ അടയുന്നു, സമവായത്തിന്റെ സാധ്യതകൾ അടയുന്നു, സമാധാനത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്തിന്റെ കീഴടങ്ങലിന്റെ സാധ്യതകൾ സമ്പൂർണ്ണമായും അടയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇറാനുമേൽ വലിയ ആക്രമണം നടത്തുന്ന അമേരിക്ക ഇസ്രായേൽ സഖ്യം 4 ആഴ്ച നീളുന്ന യുദ്ധമായി ഇത് വികസിക്കാൻ പോവുകയാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ സാധ്യതകൾ അടയുന്നു എന്നാണല്ലോ. ചർച്ചയുടെ ടേബിളിലേക്ക് വിളിച്ചു വരുത്തി ചതിക്കാനായിരിക്കും അമേരിക്ക ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്ന് മുൻ അനുഭവത്തിൽ നിന്ന് ഇറാന് പിടികിട്ടുന്നുണ്ടാവും. അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സമ്പൂർണ്ണമായ യുദ്ധത്തിലേക്ക് പോകേണ്ടി വന്നാൽ അങ്ങനെ എന്ന നില ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നു എന്ന് വിചാരിക്കണം. എന്നു മാത്രവുമല്ല, ഇറാന്റെ പരമോന്നത നേതാവായുള്ള ആയത്തുള്ള ഖാംനയിയെ കൊലപ്പെടുത്തിയത് ഏറ്റവും വലിയ പ്രകോപനമായി മാറിയിട്ടുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ നിന്ന് വേഗം പിൻവാങ്ങുക എന്നത് ഇപ്പോഴത്തെ ഇറാൻ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിച്ച് സാധ്യമല്ല.
നേതാവിനെ കൊലപ്പെടുത്തിയവരോട് മൂന്നാം ദിവസം കോംപ്രമൈസ് ആവുക എന്നത് എങ്ങനെ ഇറാൻ ഭരണകൂടത്തിന് കഴിയും എന്ന വലിയ ചോദ്യം അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യുക, ഈ യുദ്ധത്തിൽ തോറ്റുപോയാൽ അവിടുത്തെ ഇസ്ലാമിക് റജീം വീഴും, ഇസ്ലാമിക ഭരണകൂടം വീഴുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണകൂടത്തെ നിലനിർത്തുക എന്നതൊരു പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യവേദികയായിരിക്കും ഇപ്പോൾ. അതുകൊണ്ട് തന്നെ അത് ഒരു പരമാവധി യുദ്ധത്തിലേക്ക് പോവുക എന്നത് കാണാൻ എന്നത് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്.